ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അരുൺ. ഞാൻ ഇവിടെ കൊല്ലം കരുനാഗപ്പള്ളിക്കാരനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫോറവറിൽ എങ്ങനെയാണ് ശരിയായ രീതിയിൽ വർക്ക് ചെയ്യേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ആ ഒരു വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അവസാനത്തെ 2 പോയിൻ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് നേരെ ആ ഒരു വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി അമർത്തി വയ്ക്കുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കൂ. അപ്പോൾ നമുക്ക് നേരെ ആ ഒരു വീഡിയോയിലേക്ക് പോവാം. ഫോറവറിൻ്റെ ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല ആൾക്കാരും കമൻറ്റിലും അതേപോലെ തന്നെ നേരിട്ട് ചോദിച്ചൊരു കാര്യം തന്നെയാണ്, ഒന്നും കൂടി വ്യക്തമാക്കി ഫോറവർ മാർക്കറ്റിംഗ് പ്ലാൻ ഒന്ന് പറഞ്ഞു തരാമോ എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ ആ ഒരു വീഡിയോയിലേക്ക് പോകാം. ഫോറവറിൽ കയറുന്ന ഒരാളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അയാൾ ഫോറവറിൻ്റെ ഒരു പ്രിഫേർഡ് കസ്റ്റമർ ആയിരിക്കും. അപ്പോൾ അയാൾക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ അയാൾ പർച്ചേസ് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ 5% അയാൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. എന്ന് പറഞ്ഞാൽ MRP റേറ്റിൽ നിന്ന് 5% ഡിസ്കൗണ്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യൻസ് ആയതുകൊണ്ട് നമ്മൾ 5K പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണം. നമ്മൾ ഈ 5Kക്ക് തന്നെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം സ്പോൺസർ ഐഡി നമുക്കവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സ്പോൺസർ ഐഡി ഉപയോഗിച്ച് ആൾക്കാരെ ഫോറവറിലേക്ക് കയറ്റുകയാണെങ്കിൽ അവർ പർച്ചേസ് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ 25% നമുക്ക് ഫോറവർ പ്രിഫേർഡ് കസ്റ്റമർ പ്രോഫിറ്റായിട്ട് ലഭിക്കും. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു 4 പേരെ ഫോറവറിലേക്ക് കയറ്റിയെന്ന് വിചാരിച്ചു. അപ്പോൾ അവരും ഫോറവറിൻ്റെ മാർക്കറ്റിംഗ് പ്ലാൻ അനുസരിച്ച് വർക്ക് ചെയ്യാനോ ശ്രമിക്കും. അപ്പോൾ അവരും 5K പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യും. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈച്ച് ഓഫ് ദ പ്രസൻസിൽ നിന്ന് നമുക്ക് 1250 റുപ്പീസ് നമുക്ക് ക്രെഡിറ്റ് ആവും. ഇനി നമ്മൾ അടുത്തൊരു ലെവലിലേക്ക് പോകാൻ പോവുകയാണ്. ഒരു ടാസ്കിംഗ് പൊസിഷനാണ് അസിസ്റ്റൻറ്റ് സൂപ്പർവൈസർ. നമ്മൾ അസിസ്റ്റൻറ്റ് സൂപ്പർവൈസർ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ 2cc പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണം. ഈ 2cc നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന പ്രോഡക്റ്റിൻ്റെ ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 30% ആയിട്ട് ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ഫോറവറിൻ്റെ പ്രിഫേർഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നൊരു ടേം ഉണ്ട്. അത് 5% ആയിരിക്കും. നമ്മൾ പ്രിഫേർഡ് കസ്റ്റമർ ആയിരുന്ന സമയത്ത് നമ്മൾ ഫോറവറിലേക്ക് ആൾക്കാരെ കയറ്റിയപ്പോൾ നമുക്ക് കിട്ടിയിരുന്ന പ്രിഫേർഡ് കസ്റ്റമർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 25% ആയിരുന്നു. ഇപ്പോൾ നമ്മൾ അസിസ്റ്റൻറ്റ് സൂപ്പർവൈസർ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് 30% നമുക്ക് ഫോറവറിൻ്റെ പ്രിഫേർഡ് കസ്റ്റമർ പ്രോഫിറ്റായിട്ട് ലഭിക്കും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ അസിസ്റ്റൻറ്റ് സൂപ്പർവൈസർ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ 2cc പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് 2 കോൺസ്റ്റിറ്റ്യൂട്ടീവ് മന്തിലായിരിക്കണം. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ 2cc പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് 2 കോൺസ്റ്റിറ്റ്യൂട്ടീവ് മന്തിലായിരിക്കണം. ഇനി നമ്മൾ അടുത്ത ലെവലിലേക്ക് പോവുകയാണ്, സൂപ്പർവൈസർ. ഈ സൂപ്പർവൈസർ ലെവലിൽ നമ്മൾ ഏതെങ്കിലും 2 മന്തിനുള്ളിൽ തന്നെ 25cc നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണം. ഈ 25cc നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്ത് പർച്ചേസ് ചെയ്താലും മതി. പിന്നീട് നമുക്ക് അവിടെ കിട്ടുന്ന പ്രോഡക്റ്റിൻ്റെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 30% ആയിരിക്കും. പിന്നീട് നമുക്ക് അവിടെ കിട്ടുന്ന പ്രിഫേർഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 8% ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ അസിസ്റ്റൻറ്റ് സൂപ്പർവൈസർ ആയിരുന്നപ്പോൾ നമുക്ക് അവിടെ കിട്ടിയ പ്രിഫേർഡ് കസ്റ്റമർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അത് 30% ആയിരുന്നു. ഇപ്പോൾ നമ്മൾ സൂപ്പർവൈസർ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന പ്രിഫേർഡ് കസ്റ്റമർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 33% ആണ്. അപ്പോൾ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഞാൻ സൂപ്പർവൈസർ ആയിരിക്കുന്ന സമയത്ത് എൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു അസിസ്റ്റൻറ്റ് സൂപ്പർവൈസർ 30,000 രൂപയ്ക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 30,000 × 33 ഡിവൈഡഡ് ബൈ 100. ഈ 33 എവിടെ നിന്ന് വന്നെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാൻ സൂപ്പർവൈസർ ആയിരുന്ന സമയത്ത് എനിക്ക് കിട്ടിയിരുന്ന പ്രിഫേർഡ് കസ്റ്റമർ പ്രോഫിറ്റ് ആയിരുന്നു ഈ 33. അപ്പോൾ എനിക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 9,900 റുപ്പീസാണ്. അപ്പോൾ ഞാനൊരു 10 പേരെ ഫോറവറിലേക്ക് കയറ്റുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 99,000 റുപ്പീസാണ്. അപ്പോൾ നമ്മൾ ഫോറവറിൻ്റെ മാർക്കറ്റിംഗ് പ്ലാൻ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫോറവറിൽ വർക്ക് ചെയ്യേണ്ടത്.
അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം സംഭവം മനസ്സിലായി കാണും. ഇനി നമ്മൾ അടുത്തൊരു ലെവലിലേക്ക് പോകാൻ പോവുകയാണ്. അടുത്ത ലെവലാണ് അസിസ്റ്റൻറ്റ് മാനേജർ. ഈ അസിസ്റ്റൻറ്റ് മാനേജർ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും 2 കോൺസ്റ്റിറ്റ്യൂട്ടീവ് മന്തിൽ തന്നെ 75 cc നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണം. ഈ 75 cc നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന പ്രോഡക്റ്റിൻ്റെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 30% ആയിരിക്കും. അതേപോലെ തന്നെ നമുക്ക് അവിടെ കിട്ടുന്ന പ്രിഫേർഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നതും ഇൻക്രീസ് ചെയ്യുകയാണ്, അതും 30% ആണ്. പിന്നീട് നമ്മൾ സൂപ്പർവൈസർ ആയിരുന്ന സമയത്ത് നമുക്ക് കിട്ടിയിരുന്ന പ്രിഫേർഡ് കസ്റ്റമർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 33% ആണ്. ഇപ്പോൾ നമ്മൾ അസിസ്റ്റൻറ്റ് മാനേജർ ആയിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രിഫേർഡ് കസ്റ്റമർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 38% ആണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഒന്ന് നോക്കാം, നമുക്ക് ഈ ഒരു അസിസ്റ്റൻറ്റ് മാനേജർ ആയിരിക്കുമ്പോൾ എത്ര രൂപ നമുക്ക് കിട്ടുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനിപ്പോൾ അസിസ്റ്റൻറ്റ് മാനേജർ ആയിരിക്കുമ്പോൾ എൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു സൂപ്പർവൈസർ 30,000 രൂപയ്ക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 30,000 × 38 ഡിവൈഡഡ് ബൈ 100 ഏകദേശം 11,400 രൂപയാണ് എനിക്ക് കിട്ടുന്നത് ഒരാളിൽ നിന്ന്. അപ്പോൾ ഞാനൊരു 10 വരെ 4 ഹവറിലേക്ക് കയറ്റുകയാണെങ്കിൽ 1,14,000 രൂപയാണ് എനിക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 4 ഹവറിൻ്റെ മാർക്കറ്റിംഗ് പ്ലാൻ എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി വരുന്നുണ്ട്. ഇനി നമ്മൾ അടുത്തൊരു ലെവലിലേക്ക് പോകാൻ പോവുകയാണ്. അടുത്ത ലെവലാണ് മാനേജർ. ഈ മാനേജർ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും 2 കോൺസ്റ്റിറ്റ്യൂട്ടീവ് മന്തിൽ തന്നെ 120 cc നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണം. ഈ 120 cc നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന പ്രോഡക്റ്റിൻ്റെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 30% ആയിരിക്കും. അതേപോലെ തന്നെ നമുക്ക് അവിടെ കിട്ടുന്ന പ്രിഫേർഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 80% ആയിരിക്കും. നമ്മൾ അസിസ്റ്റൻറ്റ് മാനേജർ ആയിരിക്കുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന പ്രിഫേർഡ് കസ്റ്റമർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 38% ആണ്. ഇപ്പോൾ നമ്മൾ മാനേജർ ആയിരിക്കുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന പ്രിഫേർഡ് കസ്റ്റമർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 43% ആണ്. അപ്പോൾ നമുക്ക് മാനേജർ ആയിരിക്കുമ്പോൾ എത്ര രൂപ എമൗണ്ട് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഞാൻ മാനേജർ ആയിരിക്കുമ്പോൾ എൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു അസിസ്റ്റൻറ്റ് മാനേജറും ഒരു സൂപ്പർവൈസറും കൂടെ ചേർന്ന്, ഇപ്പോൾ ഇവരെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഇവർ രണ്ടും കൂടെ ചേർന്ന് ഒരു 60,000 രൂപയ്ക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 60,000 × 48 ഡിവൈഡഡ് ബൈ 100 അപ്പോൾ 28,800 രൂപയാണ് നമുക്ക് ഒരാളിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഞാനൊരു 10 വരെ 4 ഹവറിലേക്ക് കയറ്റുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 2,88,000 രൂപയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 4 ഹവറിൻ്റെ മാർക്കറ്റിംഗ് പ്ലാനെ കുറിച്ച് നമ്മൾ ചിന്തിച്ച് വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.